മേത്ത് തേച്ച് വെക്കുന്നു. പിന്നെ വേറെ ഒന്നുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഞങ്ങളുടെ ഫുഡ് സ്പെഷ്യൽ ഞാൻ പറഞ്ഞാണല്ലോ, കപ്പയും മീൻകറിയാണ്. പിന്നെ വേറെ ഒന്നുണ്ട് വിശേഷങ്ങളൊക്കെ? പിന്നെ എല്ലാവരും ലൈവിലേക്ക് കയറിയിട്ടുണ്ടല്ലേ? ബൈത്താകുമ്പോൾ തരാം, കിടക്കുന്നതിന് മുമ്പ് തരാം. ചോറിൻ്റെ എഴുതി തരാം കേട്ടോ. കൊണ്ടുപോകാൻ പാടില്ലേ? പഠിച്ചിട്ട് പോകണോ? നീ ഇരുന്നു, അമ്മ പഠിപ്പിക്കാം കേട്ടോ. ഇതെന്ത് സാധനം? മോളാണ് എൻ്റെ. മുടി കെട്ടിൻ്റെ ആശാത്തിയ, മുടി കെട്ടാൻ വന്നെന്ന് പറഞ്ഞു. വന്നിട്ട് അത് മൊത്തം ചെട പിടിപ്പിച്ച് വെച്ചിട്ട് പോകും. ഒരു പറ്റ് അത് ഞാൻ നാട്ടിൽ തന്നെ ഉണ്ട്. നാട്ടിൽ നിന്ന് 22-ാം തീയതി തിരിച്ചു പോകും രാത്രി. നീ പ്രേതാക്ക. പിന്നെ വേറെന്തുണ്ട് വിശേഷം? റസീച്ചയാണോ ഇത്? ചാനലുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ലൈവിൽ വന്നതാ. അല്ലെങ്കിൽ പിന്നെ ചാനലൊക്കെ സ്ക്രീനിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ആവും കേട്ടോ. ഞാനുണ്ടല്ലോ പിള്ളേരെ പറ്റിച്ചിട്ട് ഇവിടെ വന്നിരുന്ന കുറച്ച് നേരത്തേക്ക്. ദിവസത്തിൽ ഒരു 10-15 മിനിറ്റൊക്കെ ഞാൻ ലൈവിൽ പോകും, അല്ലെങ്കിൽ ഒരു ചാനൽ ഫ്രീസ് ആയി പോകുന്നത്. പിന്നെ വേറെ എന്തുണ്ട് വിശേഷമൊക്കെ? ഫുഡൊക്കെ കഴിച്ചോ? എന്താ ഇന്നത്തെ സ്പെഷ്യല്? ഇത് ശരിക്കും പറഞ്ഞ ഒരു വീഡിയോ കോൾ വിളിക്കും പോലെ തന്നെയാണേ. അല്ലേ? ചേച്ചി എങ്ങനെയാ ലൈവിലുണ്ടെന്ന് പറഞ്ഞത്? അത് ചുമ്മാ യൂട്യൂബ് നോക്കിയപ്പോ കണ്ടാണോ? നീ ആ രാത്രിയിലൊക്കെ സ്കേറ്റിംഗ് ഷൂസ് ഒക്കെ ഊരി വെക്കുക കേട്ടോ. എൻ്റെ മോക്ക് ഞാൻ ഏതൊരു ദുർബല നിമിഷത്തിൽ സ്കേറ്റിങ്ങിന്റെ ഷൂ മേടിച്ചോണ്ട് കൊടുത്തു. അത് കഴിഞ്ഞ കൊല്ലം കൊടുത്ത, ഈ കൊല്ലം സ്വന്തമായിട്ട് മേടിച്ചെടുത്തു. അപ്പം ഇപ്പൊ രാവിലെ ബ്രഷ് ചെയ്യാൻ നേരത്ത് ആ ഷൂ എടുത്തിരുന്ന പിന്നെ ഊരുന്നത് രാത്രി ഉറങ്ങാൻ നേരത്ത്. കാലൊന്നും കാണിച്ചു കൊടുക്കണ്ട. മുടിവെട്ടുകാരൻ ഹായ്, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. എന്തുണ്ട് അവിടെയൊക്കെ വിശേഷങ്ങളൊക്കെ? കൊല്ലം പത്തനംതിട്ട അല്ലേ? കൊല്ലം പത്തനംതിട്ട അല്ലേ? വീഡിയോസൊക്കെ കാണണം കേട്ടോ. കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സുഖം. അതെ, ഫുഡൊക്കെ കഴിച്ചോ? നാട്ടിലെ കാലാവസ്ഥ എനിക്കെന്നും ഭയങ്കര പ്രശ്നം, ഭയങ്കര ചുമയാണ്. അതെ, താങ്ക് യു രാജ് മണിയൻ ബ്ലോഗ്സ്. എന്തുണ്ട് വിശേഷം? ഇത് ആരാണത്? എവിടെ നിന്നാണ്? കടയിലാണോ? ശരി. ഞാനിവിടെ നാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസമായി. ഞാൻ വന്നത് 29-ാം തീയതി ആയിരുന്നു. ആ മക്കളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സൗണ്ടിന് ചെറിയ ജലദോഷം പിടിച്ചതാ. ഇവിടെ വന്ന് ഈ ചൂടും മഴയും പെട്ടെന്ന് മാറി. ഇപ്പം പെട്ടെന്ന് എനിക്ക് കോൾഡ് പിടിച്ചു. ചേച്ചി പോവുകയാണോ? ശരി, ഓക്കെ ബൈ. ഞങ്ങൾ കുരിശുവരെയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനിരിക്കുന്നു. അപ്പം ചേട്ടനും ചേച്ചിയും മാറി താമസിച്ചായിരുന്നു. അപ്പം അവർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ഫുഡ് കഴിക്കുക. അപ്പം അവരെ വെയിറ്റ് ചെയ്യുക. അപ്പം ആ സമയം കിട്ടിയപ്പോൾ ഞാൻ വെറുതെ ലൈവ് തുറന്നതാണ്. ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഓണമൊക്കെ അടിച്ചു പൊളിച്ചു. എല്ലാവരും ഉണ്ടായിരുന്നു. ഒന്നിച്ച് ഞങ്ങൾ എല്ലാവരും ഉച്ചക്കൊരു ഫുഡ് കഴിച്ചു. ഇല്ല, കുറച്ചേരം കഴിഞ്ഞ്. അപ്പം ആ ഒരു ടൈം കിട്ടിയ സമയത്ത് ഞാനിങ്ങനെ ലൈവിൽ വന്നതാണ്. പിന്നെ അപ്പം ശരി റസിജി, ബൈ. എന്നിട്ടിതാ